വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയാണെങ്കിൽ സെൽഫി അല്ലേ എടുക്കേണ്ടത് എന്നുള്ളൊരു സംശയം വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു സമയത്ത് അവൾ ഇങ്ങനെ അടിച്ച് കോഞ്ഞായിട്ടായിട്ട് കിടക്കുമ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും എടുത്തതായിരിക്കും. പിന്നെ അവൾക്ക് ബോധം വന്നപ്പോൾ മനസ്താപം തോന്നി സത്യാമ്മയ്ക്ക് അയച്ചു കൊടുത്തതാകും എന്നൊക്കെ അങ്ങ് പ്ലേറ്റ് മാറ്റി പറഞ്ഞാൽ പോരെ എന്ന് പറയുമ്പോൾ വിഷ്ണു അത് തന്നെ ഐഡിയ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സന്തോഷിച്ച് ചിരിച്ചു നിൽക്കുമ്പോഴാണ് അകത്ത് നിന്നും വിജയത്തിൻ്റെ ആഘോഷമായിരിക്കും അല്ലേ എന്നും പറഞ്ഞ് സുസ്മിത ഇറങ്ങി വരുന്നത്. അന്നേരം ഇവിടൊക്കെ ഭയങ്കര പൊടി എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ തട്ടയെ കാണിക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട് സത്യാമ്മ അത്ര മണ്ടിയാണെന്നും ഭാമാൻ്റി അത്ര മണ്ടിയാണെന്നും നിങ്ങൾ കരുതണ്ട, വൈകാതെ തന്നെ ആൻറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന്. അന്നേരം ശാലിനി പറയുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാരിയല്ല മാറേണ്ടത്, നിൻ്റെ മനസ്സാണ് മാറേണ്ടത്. ഇപ്പം നിനക്കൊരു ഭർത്താവുമുണ്ട്, കുടുംബവും ഒക്കെയുണ്ട്, നീ അതൊക്കെ ആയിട്ട് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിലോ എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ രോഹിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്കൊരു ഹോട്ട് ലൈൻ ഉണ്ടെന്ന്, നീ ഇങ്ങനെ പതുക്കെ തല പത്തി ഉയർത്താനായിട്ട് നോക്കുമ്പോൾ തലയ്ക്ക് നോക്കി ഇങ്ങനെ ഓരോ അടി കിട്ടിക്കൊണ്ടിരിക്കും, നിൻ്റെ മനസ്സിലെ വിഷം ഇറങ്ങുന്നത് വരെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അടി കിട്ടുമെന്ന് പറഞ്ഞ് പാമ്പ് ചീറ്റുന്നത് പോലെ കൈ ഇങ്ങനെ വെച്ച് സുസ്മിതയുടെ നേരെ ഇങ്ങനെ ഓങ്ങി കാണിക്കുകയാണ് വിഷ്ണു. തുടർന്നും ചടങ്ങ് തുടങ്ങാറായി. ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, വാ വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പോകുമ്പോൾ ഇങ്ങനെ അടി കിട്ടുമെന്നും പറഞ്ഞ് ആ കൈ വെച്ച് ഇങ്ങനെ ഒരു പാമ്പിൻ്റെ പത്തി കാണിക്കുന്ന പോലെ കൈ വെച്ച് ഇങ്ങനെ ഓങ്ങുന്നുണ്ട്. പോകുമ്പോഴും വിഷ്ണു സുസ്മിതയുടെ നേർക്ക്. ഇതേസമയം നൂലുകെട്ടിൻ്റെ ചടങ്ങൊക്കെ ആരംഭിക്കുകയാണ്. തിരുമേനി പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് പ്രീതി വിഷമത്തോടെ വസുമതിയമ്മ വന്നില്ലല്ലോ എന്ന് അർജുനോട് ചോദിക്കുകയാണ്. അന്നേരം അമ്മ വരില്ല, മകൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമൊന്നുമില്ല, ശാലിനി വെറുതെ പ്രതീക്ഷിക്കുന്നതാണ് എന്നിങ്ങനെ അർജുൻ പറയുന്നുണ്ട്. അന്നേരം അവരുടെ സംസാരം വിഷ്ണു ശാലിനിയും ശ്രദ്ധിക്കുന്നുമുണ്ട്. ഇതേസമയം ഇനി ആരെങ്കിലും വരാനുണ്ടോ, ചടങ്ങ് തുടങ്ങട്ടെ എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു നിമിഷം അർജുനെ നോക്കുന്നുണ്ട്. അന്നേരം ആരും വരാനില്ല എന്ന് അർജുൻ പറയുമ്പോൾ ഇനിയും മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ടല്ലോ, സമയമായിട്ട് തുടങ്ങാമെന്ന് പ്രീതി പറയുകയാണ്. തുടർന്ന് കുഞ്ഞിനെ ഇങ്ങി താന്നും പറഞ്ഞ് വന്നു നിൽക്കുന്ന അതിഥികളിൽ കുറേ പെൺകുട്ടികൾ ഒരു പെൺകുട്ടി കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് സിറ്റൗട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവർ ചേർന്ന് കുഞ്ഞിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം സുസ്മിത അങ്ങ് ആകെ വെപ്രാളത്തിലും ദേഷ്യത്തിലുമൊക്കെയാണ്. വന്ന കാര്യം നടന്നുമില്ല, എൻ്റെ പ്ലാൻ പൊളിഞ്ഞല്ലോ എന്നും പറഞ്ഞ് ചിന്തിച്ചങ്ങ് മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഗേറ്റിൻ്റെ അടുത്തേക്ക് വസുമതി വരികയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു സാധാരണ സ്ത്രീയുടെ വേഷത്തിൽ സാധാ ഒരു സാരിയൊക്കെ ഉടുത്ത് തലയിൽ പൂവോ അലങ്കാര ആഭരണങ്ങളോ ഒന്നുമില്ലാതെ വസുമതി വന്നു നിൽക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ ഒന്ന് കാണണമല്ലോ, പിന്നെ ഹേമലത ഞാൻ ഇവിടെ വന്നു എന്ന് അറിഞ്ഞാൽ എന്നെ ശരിയാക്കും, ഇനിയിപ്പോൾ എങ്ങനെയാണ് കുഞ്ഞിനെ ഒന്ന് കാണുക എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആ സാരിയുടെ തുമ്പെടുത്ത് തലയിലേക്ക് മൂടുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പോകാം, അപ്പോൾ ആരും ശ്രദ്ധിക്കില്ല എന്നും പറഞ്ഞ് നടക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന സുസ്മിത അയ്യോ വസുമതി ആൻറ്റി അല്ലേ എന്നും പറഞ്ഞ് ശ്രദ്ധിച്ചിട്ട് അങ്ങ് വസുമതിയുടെ അടുത്തേക്ക് വരുന്നത്. അന്നേരം വസുമതിയും സുസ്മിതയെ കാണുന്നുണ്ട്. ഇതേസമയം വസുമതിയെ തലയിലേക്ക് ആ സാരിത്തുമ്പൊക്കെ മൂടിയിരിക്കുന്നത് കണ്ട് സുസ്മിത ശ്രദ്ധിച്ച് അങ്ങ് അടുത്തോട്ട് ചെല്ലാതെ നിൽക്കുന്നുണ്ട്. അതേസമയം അവൾ എന്നെ പിന്നെ നേരെ മനസ്സിലായി കാണില്ല എന്നും പറഞ്ഞ് വസുമതി അങ്ങ് മുന്നോട്ട് സിറ്റൗട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് കുറേ പെൺകുട്ടികൾ അവിടെ നിന്ന് കുഞ്ഞിനെ കളിപ്പിക്കുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ഈ വസുമതി ആൻറ്റി എന്താ ചെയ്യുന്നതെന്നും പറഞ്ഞ് കാറിൻ്റെ മറവിൽ നിന്ന് വസുമതി ചെയ്യുന്ന എന്താണെന്ന് ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് കുഞ്ഞിനെ ഇങ്ങ് തരുമെന്നും പറഞ്ഞ് വസുമതി അവരോട് ചോദിക്കുമ്പോൾ അവർ കുഞ്ഞിനെ കൊടുക്കുകയാണ്. തുടർന്ന് കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് മോക്കൻ മനസ്സിലായോ, എൻ്റെ തങ്കക്കുടത്തിന് മനസ്സിലായോ, അച്ചമ്മയാണ് മോളെ ഇങ്ങനെ ഒളിച്ച് കാണേണ്ടി വന്ന ഒരു ഗതികേട് ഈ അച്ചമ്മയ്ക്ക് ഉണ്ടായല്ലോ, അച്ചമ്മ ചെയ്ത തെറ്റിൻ്റെ ഒക്കെ ഫലമാണെന്നൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്നിട്ട് മോക്ക് എന്താ തരേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിട്ട് കുഞ്ഞിനെ അങ്ങ് തിരികെ അവരുടെ കയ്യിലേക്ക് വസുമതി കൊടുക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. കൊച്ചുമോളെ കാണാൻ വന്നതാണല്ലേ, അപ്പോൾ ഹേമലതയെ പേടിയായിട്ടാണ് ഇങ്ങനെ ഒരു വേഷത്തിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് സുസ്മിത വസുമതിയുടെ അടുത്തേക്ക് ചെല്ലാതെ കാറിൻ്റെ പുറകിൽ തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത മനസ്സിൽ ഓർക്കുന്നുണ്ട് ഒരിക്കൽ ജയിലിൽ നിന്നും വന്ന ശേഷം പിന്നെ സുസ്മിതയുടെ കഴുത്തിന് പിടിച്ചിട്ട് കത്തി കൊണ്ട് കുത്താൻ നോക്കിയതൊക്കെ ആ ഒരു രംഗമൊക്കെ സുസ്മിത ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ പ്ലാൻ എന്തായാലും പൊളിക്കണം, നൂലുകെട്ട് ചടങ്ങും പൊളിക്കണം, ഇവരുടെ വേഷം പുറത്തു തന്നെ കൊണ്ടുവരണം എന്നൊക്കെ സുസ്മിത അങ്ങ് ചിന്തിക്കുകയാണ്. അതേസമയം കുഞ്ഞിന് എന്താ കൊടുക്കേണ്ടതെന്ന് ആലോചിക്കുന്ന വസുമതി തൻ്റെ കഴുത്തിൽ കിടക്കുന്ന വലിയ മാല ഊരി കുഞ്ഞിൻ്റെ കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുഞ്ഞിനെ അങ്ങ് വാങ്ങി അച്ചമ്മയുടെ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊഞ്ചിക്കുകയാണ്.
തുടർന്ന് കുഞ്ഞിനെയും കൊണ്ട് അച്ഛനെയും അമ്മയും ഇരുന്നോളെന്ന് തിരുമേനി പറയുമ്പോൾ കുഞ്ഞ് എന്നും പറഞ്ഞ് പ്രീതി ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്. ഇതേസമയം സുസ്മിത ഓടി വന്ന് പറയുകയാണ്, ഭാമാൻ്റെ ഇതേ ഒരു നാടോടി സ്ത്രീ കുഞ്ഞിനെ കട്ടുകൊണ്ട് പോകുന്നു എന്ന്. അന്നേരം അത് കേട്ട് എല്ലാവരും വാടാന്ന് പറഞ്ഞ് വിഷ്ണു കമല വാടാന്നൊക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്കങ്ങ് ഓടി ഇറങ്ങുകയാണ്. ഈ സമയം എന്നെക്കുറിച്ചാണോ പറയുന്നത്, കുഞ്ഞിനെ വിട്ടിട്ട് ഓടാനും പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് വസുമതി അങ്ങനെ നിൽക്കുമ്പോഴാണ് ശാലിനിയും വിഷ്ണുവും ഭാമയും പ്രീതിയും എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് ശാലിനി കുഞ്ഞിനെ അങ്ങ് വാങ്ങുകയാണ്. അതേസമയം വസുമതി എന്നിട്ട് ഇറങ്ങി ഓടുകയാണ്. മുറ്റത്തേക്ക് ഇറങ്ങി ഓടുമ്പോൾ പിടിക്കുക, അവളെ വിടരുത് എന്നൊക്കെ സത്യഭാമ വിളിച്ച് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും കമലനും പിന്നെ അർജുനും ചേർന്ന് വസുമതി അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് ആ സാരി, മുഖത്ത് കിടക്കുന്ന സാരി മാറ്റാനൊക്കെ അർജുൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് അവളെ വിടരുത്, ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് ഭാമ പറയുമ്പോൾ ഭാമയുടെ അടുത്തേക്ക് പിടിച്ചുകൊണ്ട് വരികയാണ് വസുമതി അർജുനും കമലനും വിഷ്ണുവും ചേർന്ന്. തുടർന്ന് ഭാമയുടെ അടുത്തേക്ക് പിടിച്ചുകൊണ്ട് വരുമ്പോൾ ആ മൂടി മാറ്റാനായിട്ട് വിഷ്ണു ഇങ്ങനെ ശ്രമിക്കുകയാണ്. അന്നേരം വേണ്ടാന്ന് ഭാമ പറയുന്നുണ്ട്. തുടർന്ന് അകത്തുനിന്ന് രാഘവൻ നായർ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പിടിച്ച് വസുമതി അങ്ങ് അകത്ത് ഹാളിലേക്ക് കൊണ്ടുവരികയാണ്. അന്നേരം എന്താ പ്രശ്നം എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത സമയത്ത് കണ്ടതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്ന് ഭാമ പറയുകയാണ്. തുടർന്ന് മോളെ കുഞ്ഞിനൊരു കുഴപ്പമില്ലല്ലോ എന്ന് പ്രീതിയോടും രാഘവൻ നായർ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം മുഖം മൊത്തം അങ്ങ് സാരി കൊണ്ട് മൂടിയിരിക്കുകയാണ് വസുമതി. അതിനുശേഷം സത്യഭാമ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. സത്യഭാമയുടെ വീട്ടിൽ കയറി കുഞ്ഞിനെ കൊണ്ടുപോകാൻ മാത്രം ധൈര്യമുള്ള ഇവൾ ആരാണെന്ന് അറിയണമല്ലോ എന്നിങ്ങനെ ഭാമ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി എന്നും പറഞ്ഞ് വസുമതി അങ്ങോട്ട് പിടിച്ചു നിർത്തുകയാണ് സുസ്മിത. അന്നേരം വസുമതി മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഞാനാണെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാണല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അന്നേരം അതേടി മനഃപൂർവ്വം തന്നെയാണ് എന്ന് തിരിച്ച് സുസ്മിതയും മനസ്സിൽ പറയുകയാണ്. ഇതേസമയം ഭാമ സുസ്മിതയോട് പറയുകയാണ് അവളുടെ മുഖത്തു നിന്നും ആ മുഖംമൂടി അങ്ങോട്ട് മാറ്റാനായിട്ട്. തുടർന്ന് ആ മുഖത്തെ സാരി മാറ്റാനായിട്ട് സുസ്മിത ശ്രമിക്കുകയാണ്. നിന്റെ തിരുമുഖം ഞങ്ങളൊന്ന് കാണട്ടെ, മാറ്റടി പെരുങ്കള്ളി എന്നൊക്കെ. അത് വസുമതിയാണെന്ന് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് സുസ്മിത ശ്രമിക്കുകയാണ്. കുറേ നേരം ശ്രമിച്ചിട്ടും വസുമതി ഇറക്കി പിടിച്ചിരിക്കുന്നത് കാരണം മാറ്റാൻ പറ്റുന്നില്ല. തുടർന്ന് ദേഷ്യം വന്ന അർജുനും കൂടി ചെന്ന് രണ്ടുപേരും സുസ്മിതയും അർജുനും കൂടി ചേർന്ന് ഒരുവിധം ആ സാരി തുമ്പ് അങ്ങോട്ട് വലിച്ചു മാറ്റുമ്പോൾ ആ വസുമതിയുടെ മുഖം കണ്ട് എല്ലാവരും അങ്ങ് ഞെട്ടുകയാണ്. അയ്യോ വസുമതി എന്നിങ്ങനെ സത്യഭാമ പറയുമ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് പ്രീതിയും ശാലിനിയും വിഷ്ണുവും രാഘവൻ നായരും ഒക്കെ. അന്നേരം വസുമതി എന്ന് പറഞ്ഞ് ഭാമ ഇങ്ങനെ രാഘവൻ നായർ നോക്കുകയാണ്. പെട്ടെന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, വസുമതി എന്താ വരാൻ വൈകുന്നതെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞങ്ങളെന്ന്. അന്നേരം ഞാൻ ഇറങ്ങാൻ ഇത്തിരി വൈകിപ്പോയി എന്ന് വസുമതി അങ്ങ് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. വസുമതിയുടെ മുഖത്ത് അന്നേരം ദേഷ്യമൊന്നുമല്ല, ഒരു സങ്കടഭാവം തന്നെയാണ്. തുടർന്ന് വസുമതി എന്തിനാ മുഖം മറച്ചു വന്നത് എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ അത് ഞാൻ കൊറോണ എന്നിങ്ങനെ പറയുമ്പോൾ കൊറോണയൊക്കെ പോയില്ലേ എന്ന് സുസ്മിത പറയുകയാണ്. അന്നേരം എന്നിട്ടും നീ പോയില്ലല്ലോടി എന്ന് മനസ്സിലിങ്ങനെ വസുമതിയും കരുതുന്നു. തുടർന്ന് ആ പ്രശ്നം അവസാനിപ്പിക്കാൻ എന്നോണം രാഘവൻ നായർ അങ്ങ് പറയുന്നുണ്ട്, ഇനി അതിനെപ്പറ്റിയുള്ള ചർച്ചയൊന്നും വേണ്ട, നമുക്ക് ചടങ്ങ് അങ്ങോട്ട് ആരംഭിക്കാമെന്ന്. അന്നേരം അമ്മയെന്നും പറഞ്ഞങ്ങ് വിഷമിച്ച് അർജുനൻ നിൽക്കുമ്പോൾ അർജുനെ നോക്കി അങ്ങ് ചിരിക്കുകയാണ് വസുമതിയും. തുടർന്ന് വിഷ്ണുവും ശാലിനിയും ഒക്കെ അങ്ങ് സ്വാമിയും ഒക്കെ അങ്ങ് സന്തോഷത്തിലാവുകയാണ്. അതേസമയമാണ് കരയുന്ന കുഞ്ഞിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല ശാലിനി ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് അതിങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്നിട്ട് വസുമതി നോക്കുന്നുണ്ട്. അന്നേരം അത് അച്ചമ്മയുടെ സമ്മാനമാണെന്നിങ്ങനെ മനസ്സ് നിറഞ്ഞ് വസുമതി അങ്ങ് മനസ്സിൽ പറയുകയാണ്. തുടർന്ന് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരുടെയും മുഖത്തങ്ങ് സന്തോഷമാണ്. നൂലുകെട്ട് ചടങ്ങ് അവിടെ നടക്കുകയാണ്. അന്നേരം വസുമതിക്കും ആകെ സന്തോഷത്തിലാണ്. ഭാമയ്ക്ക് തന്നോട് ദേഷ്യമോ ഒന്നുമില്ല, പെരുമാറ്റത്തിലുള്ള സന്തോഷത്തിലും എല്ലാവരുടെയും മുഖത്ത് ചിരിയും സന്തോഷവും ഒക്കെയാണ്. അത് കാണേണ്ടത് തന്നെയാണ്. പക്ഷേ സുസ്മിതയുടെ മുഖം മാത്രം വലിച്ചു കെട്ടിയ പോലെ അങ്ങ് വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അവിടെ നൂലുകെട്ട് കുളമാക്കാൻ നോക്കിയ സുസ്മിതയുടെ ആ ഐഡിയയും അവിടെ വർക്കൗട്ടായില്ല. തുടർന്ന് നൂല് കെട്ടിയതിന് ശേഷം തിരുമേനി പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് ആദ്യം കുഞ്ഞിനെ മടിയിലിരുത്തി മന്ത്രം ജപിക്കേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും നോക്കുകയാണ്. കുഞ്ഞിനെ പേര് വിളിക്കുന്ന ചടങ്ങാണത്. കുഞ്ഞിൻ്റെ അച്ഛനാണ് മടിയിലെത്തി പേര് വിളിക്കേണ്ടത്. അന്നേരം കുഞ്ഞിൻ്റെ അച്ഛൻ ഇല്ലാത്ത സ്ഥിതിക്ക് അമ്മയുടെ അച്ഛനും ആകാമെന്ന് തിരുമേനി പറയുമ്പോൾ രാഘവൻ സാറ് ചെയ്താട്ടെ എന്ന് തിരുമേനി പറയുകയാണ്. അന്നേരം അത് വേണ്ടാന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആരാന്ന് തിരുമേനി ഇങ്ങനെ നോക്കുമ്പോൾ വസുമതി ചെയ്യട്ടെ എന്നങ്ങ് സത്യഭാമ പറയുകയാണ്. അന്നേരം വസുമതി ഇങ്ങനെ കണ്ണൊക്കെ വിടുത്ത് നോക്കുകയാണ്. സത്യഭാമയെ ഞാനോ എന്നിങ്ങനെ. അന്നേരം വസുമതിക്ക് അങ്ങ് മനസ്സും കണ്ണും ഒക്കെ അങ്ങ് നിറയുന്നുണ്ട്. അന്നേരം എല്ലാവർക്കും സന്തോഷമാവുകയാണ് സത്യഭാമയുടെ തീരുമാനത്തിലെത്തും. പക്ഷേ സുസ്മിതയ്ക്ക് അങ്ങ് ദേഷ്യമാണ്. താൻ ചെയ്ത ആ പണി അവിടെ എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണല്ലോ ഉണ്ടാക്കുന്നത്. തുടർന്ന് ഞാനോ എന്നും പറഞ്ഞ് ഇങ്ങനെ വസുമതി നിൽക്കുമ്പോൾ അമ്മ ചെയ്യും എന്നൊക്കെയുള്ളൊരു സന്തോഷത്തിൽ അർജുനും പ്രീതിയും അവിടെ തറയിൽ കുഞ്ഞിനെയും കൊണ്ടിരിക്കുകയാണ്. ഇതേസമയം അമ്മ പറഞ്ഞത് കേട്ടില്ലേ, ഇരുന്നോളൂ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ സന്തോഷത്തോടു കൂടി അർജുൻ്റെ അടുത്തേക്ക് ഇരിക്കുകയാണ് വസുമതി.
തുടർന്ന് പ്രീതിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അർജുൻ വസുമതിയുടെ മടിയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അന്നേരം അച്ഛമ്മയുടെ പൊന്ന് എന്നൊക്കെ പറഞ്ഞ് നെറ്റിയിൽ ഉമ്മയൊക്കെ വസുമതി കൊടുക്കുകയാണ്. തുടർന്ന് വെറ്റില എടുത്ത് കൊടുത്തിട്ട് തിരുമേനി പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു ദൈവനാമം കുഞ്ഞിൻ്റെ ചെവിയിലേക്ക് വിളിച്ചോളൂ എന്ന്. അന്നേരം ഒരു വെറ്റില കൊണ്ട് ഒരു ചെവി മറച്ച ശേഷം മറു ചെവിയിലേക്ക് വസുമതി പേര് വിളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പെട്ടെന്ന് നിർത്ത് എന്ന് പറയുകയാണ് സുസ്മിത. അന്നേരം എല്ലാവരും വസുമതിയും ഒക്കെ അന്തം വിട്ട് നോക്കുകയാണ്, ഇവളെന്തായി പറയുന്നത് എന്നുള്ള ഉദ്ദേശത്തിൽ ഭാമയും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങ് സുസ്മിതയിലേക്ക് തിരിയുകയാണ്. ഇനിയിപ്പോൾ സുസ്മിത എന്ത് പണിയാണ് ഒപ്പിക്കാൻ പോകുന്നതെന്ന് നമ്മളൊരു ദിവസം കൂടി കാത്തിരുന്നേ മതിയാവൂ. അത് അടുത്ത എപ്പിസോഡിലേ കാണിക്കുകയുള്ളൂ. ഇതിപ്പോൾ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക്